ഹലോ ഗായ്സ്, മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് ശരിയായ രീതി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഒന്നാമത്തെ കാര്യം, ഒരു 5, 6, 7 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇടുന്ന ഡ്രസ്സ്. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് കുഞ്ഞിന് കംഫർട്ടായിരിക്കണം, നമുക്കും കംഫർട്ടായിരിക്കണം. അതായത് നമ്മളിപ്പം ഫ്രണ്ട് ഓപ്പണുള്ള ഡ്രസ്സായിരിക്കുമല്ലോ ഇടുന്നത്. ഒന്നെങ്കിൽ നൈറ്റിയോ അല്ലെങ്കിൽ പാൻറ്റും ടോപ്പും ആണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ഉള്ളതായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടോ, ഇതിനിപ്പോൾ നമുക്ക് ഇത്രയൊരു ഓപ്പൺ അല്ലേ ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ നോർമലായിട്ടോ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ചെറിയ ഓപ്പൺ അല്ലെങ്കിൽ കുറച്ചും കൂടെ തൊട്ട് താഴെയും കൂടെ ഒരു ഓപ്പണുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബ്രസ്റ്റ് ഇങ്ങനെ അവർ അതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് പുറത്തോട്ട് കൊടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് വേണമെങ്കിൽ അതിൻ്റെ അറ്റമൊക്കെ തട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ സിപ്പൊക്കെ തട്ടാം. അപ്പോൾ നമുക്കും കംഫർട്ടല്ല, കുഞ്ഞിനും കംഫർട്ടല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ, അതായത് അധികം ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് ധരിക്കാതെ കുറച്ച് ലെങ്തി ആയിട്ട് ഓപ്പണുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. ഇപ്പം അത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. കാരണം വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാൻ ഇഷ്ടംപോലെ ടൈലേഴ്സൊക്കെ റെഡി ഉണ്ട്. അവർ ക്ലോത്ത് തന്നെ എടുത്തു തരും. നമുക്ക് തനി കോട്ടൺ വേണമെങ്കിൽ അവർ അങ്ങനെ തന്നെ എടുത്തു തരും. നമുക്ക് എത്രത്തോളം വേണം, നമ്മുടെ കൈ വേണം, എല്ലാം അതിനനുസരിച്ചുള്ള അവർ സ്റ്റിച്ച് ചെയ്ത് തരും. ഒന്നാമത്തെ കാര്യം ഇത്. പിന്നെ അതായത് ഫീഡിങ് നൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാൻ കിട്ടും. കാരണം ഈ രണ്ട് സൈഡിലും സിപ്പൊക്കെ വെച്ച് ഓപ്പൺ ആക്കാൻ പാകത്തിനുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പൊക്കി പാല് കൊടുക്കാൻ പാകത്തിനായിട്ടുള്ളത് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതൊന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കുഞ്ഞിന് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ഒന്നാമത്തെ കാര്യം അത് ലെങ്തി ആയിട്ടുള്ള ഓപ്പൺ ആയിരിക്കണം, കുറച്ചധികം ലെങ്ത് ഇരുന്നോട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്ക് സപ്പോർട്ട്. അതായത് നമ്മൾ ഒരിക്കലും, ഞാനടക്കം ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ സപ്പോർട്ട്, അതായത് ഒരു പില്ലോ വെച്ച് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ചാരുന്ന ചെയറിലാണ്, ചാരു കസേരയിലാണ് ഇരിക്കുന്നത്, മീൻസ് ബാക്കിലൊരു സപ്പോർട്ടുള്ളൊരു ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമുക്കും ചെയറിനും ഇടയിൽ ഒരു പില്ലോ സപ്പോർട്ടായിട്ട് വെക്കുക. അതാണ് ഏറ്റവും കംഫർട്ട്. കാരണം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അത് വെച്ചില്ലെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് നമ്മുടെ കയ്യിലോട്ട് വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് എടുത്താൽ ഇങ്ങനെ അങ്ങ് താന്നു പോകും. മീൻസ് എങ്ങനെ അങ്ങ് താന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ട്രെയിൻ വരുന്നത്. സോ നമുക്ക് നല്ല പോലെ പുറം വേദന ഉണ്ടാവും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാനിങ്ങനെ താഴേക്ക് അങ്ങ് ആയി പോകുമ്പോൾ, കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ച് ഞാനിങ്ങനെ ആയി പോകുമ്പോൾ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാവും, ആ ഒരു പെയിൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ വേഗം അമ്മേനെ അല്ല അടുത്തിരിക്കുന്ന പില്ലോ അടുത്തുണ്ടെങ്കിൽ അടുത്ത് പുറകിൽ വെച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ പുറം വേദന നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും, നമ്മൾ ബാക്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ആരെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന നേരത്ത് എപ്പോഴും നമ്മുടെ ബാക്കിൽ ഒരു പില്ലോ സപ്പോർട്ടായിട്ട് വെക്കുക. രണ്ടാമത്തെ കാര്യം അത്. മൂന്നാമത്തെ കാര്യം, കുഞ്ഞിനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേബി കയ്യിലുണ്ട്. കുഞ്ഞിനെ പിടിക്കുന്ന രീതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ തല, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ പാലാണ് കൊടുക്കുന്നതെങ്കിൽ, ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഈ തല നമ്മുടെ കയ്യിൽ വെച്ചിട്ട്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് കുഞ്ഞിനെ സേഫായിട്ട് പിടിക്കുന്ന ഒരു രീതി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടെ ഇതിന് ലിങ്കിലിടാം, കാർട്ടിലിടാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പം ഇങ്ങനെ കുഞ്ഞിൻ്റെ തല വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഫീഡ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. കുഞ്ഞിൻ്റെ കൈ ഇവിടെ ആയിരിക്കണം, കുഞ്ഞിൻ്റെ കാല് നമ്മുടെ കയ്യിൽ വയ്ക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞിനെ പാല് കൊടുക്കാൻ. ഓക്കെ, ഈ പാല് കൊടുക്കുന്ന കാര്യത്തിൽ എന്താ പറയുക, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞിങ്ങനെ, അതായത് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഈ ഒരു വശം ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ കാണിച്ചു തരാം. ഈ ഒരു വശം ഇങ്ങനെ തൂങ്ങിക്കിടത്തി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ വളച്ച് പിടിച്ച് ഇങ്ങനെയൊന്നും പിടിച്ച് കൊടുക്കാനോ നിങ്ങൾ ശ്രമിക്കാതെ ചെയ്യേണ്ടത് വെച്ചാൽ കുഞ്ഞ് സ്ട്രെയിറ്റ് ആയിരിക്കണം. കുഞ്ഞിൻ്റെ ഹെഡും, കുഞ്ഞിൻ്റെ ഹെഡ് ഈ ഒരു സൈഡിൽ, നമ്മുടെ ഈ ഒരു
തണ്ടയ്ക്ക് ഇടയിൽ കുഞ്ഞ് വരാൻ പാകത്തിന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. പാല് കൊടുക്കുമ്പോൾ കുഞ്ഞ് വളഞ്ഞു പോകരുത്. കുഞ്ഞിവിടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. വളച്ചു കൂടിയൊന്നും കുഞ്ഞിനെ കൊടുക്കരുത്. ഓക്കെ, അതാണ് കുഞ്ഞിനെ പിടിക്കേണ്ട രീതി ഉള്ളത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർ നിപ്പിള് നമ്മൾ കുഞ്ഞിൻ്റെ പാല് കൊടുക്കുന്ന ഇപ്പം ഞാൻ എത്ര പോയിന്റ് പറഞ്ഞു? 3 പോയിന്റ് പറഞ്ഞു. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കുമ്പം മീൻസ് നിപ്പിൾ കുഞ്ഞിൻ്റെ വായിൽ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ നിപ്പിളിൻ്റെ ഈ ഒരു അറ്റം മാത്രം കുഞ്ഞിൻ്റെ വായിൽ പോകാതെ അതിന് ചുറ്റുമുള്ള റൗണ്ട് വശമില്ലേ, മീൻസ് ആ ഒരു ബ്ലാക്ക് ഏരിയയില്ലേ, അതും കൂടെ കുഞ്ഞിൻ്റെ വായിൽ പോകണം. അതായത് ഈ കുഞ്ഞിൻ്റെ ഈ താടി നമ്മുടെ ബ്രസ്റ്റിൽ ഇങ്ങനെ നമ്മുടെ ബ്രസ്റ്റിൽ പ്രസ്സായിരിക്കണം, കുഞ്ഞിൻ്റെ ഈ താടി. അടുത്ത കാര്യം, ഓക്കെ അത് ഞാൻ പറയാം. കുഞ്ഞിൻ്റെ താടി നമ്മുടെ ബ്രസ്റ്റിൽ പ്രസ്സായി ഇങ്ങനെയൊരു, അതായത് ഇത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മീൻസ് ഇങ്ങനെയായിരിക്കണം കുഞ്ഞിൻ്റെ ഇരിക്കേണ്ടത്. കുഞ്ഞിൻ്റെ ഈ ഒരു ലെവലിലായിരിക്കണം കുഞ്ഞ് കുടിക്കാനിരിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിപ്പിൾ മാത്രം കുഞ്ഞിൻ്റെ വായിൽ പോവുക. കാരണം നിപ്പിൾ മാത്രം കുഞ്ഞിൻ്റെ വായിൽ പോകുന്നെങ്കിൽ ആ ഒരു മിൽക്ക് സപ്ലൈ വളരെ കുറവായിരിക്കും. അപ്പോൾ കുഞ്ഞിന് വല്ലാണ്ട് സ്ട്രെയിൻ എടുത്തിട്ട് ആ പാല് കുടിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ കുഞ്ഞുങ്ങൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ അവരുടെ മോണ കൊണ്ട് അവർ നമ്മളെ അവിടെ വല്ലാണ്ട് കടിക്കുകയും സ്ട്രെയിൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ നിപ്പിൾ അവിടെ കുറച്ച് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ആ ചുറ്റുമുള്ള ആ ഒരു ഏരിയയും കൂടെ അതും കൂടെ ചേർത്തിട്ടാണ്, ശരിയായ രീതി അതാണ്, അതും കൂടെ ചേർത്തിട്ടാണ് കുഞ്ഞിൻ്റെ വായിൽ നമ്മൾ പാല് കൊടുക്കുന്നതെങ്കിൽ നന്നായി മിൽക്ക് സപ്ലൈ ചെയ്യും. കാരണം ചില കുഞ്ഞുങ്ങൾ നിപ്പിൾ മാത്രം വായിലോട്ട് പോകുന്നെങ്കിൽ അവർ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ട്? അവർക്ക് പാല് കിട്ടുന്നില്ല, ശരിക്കും പാല് കിട്ടുന്നില്ല, ചുമ്മാ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നുള്ളൂ. നമ്മൾ ആ ഒരു ബ്ലാക്ക് ഏരിയയും കൂടെ ചേർത്തിട്ട് കുഞ്ഞിൻ്റെ വായിലോട്ട് മൊത്തത്തിൽ പോകാൻ പാകത്തിന് നമ്മൾ കൊടുക്കുന്നെങ്കിൽ, ഫുൾ ബ്രസ്റ്റ് അല്ല കേട്ടോ, ആ നിപ്പിളിന് ചുറ്റിനുള്ള ആ ഒരു ഏരിയയും കൂടെ കുഞ്ഞിൻ്റെ വായിൽ എത്താൻ പാകത്തിനാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അവർ കരയില്ല, ഒന്നും ചെയ്യുകയില്ല, അവർ നല്ല സുഖമായിട്ടിരുന്നുകൊണ്ട് അവർ കുടിക്കുകയും ചെയ്യും, നന്നായി പാൽ അവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് നന്നായി മിൽക്ക് സപ്ലൈ വരാനുള്ള ഒരു ഫീഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് അത്രയും വിഷമടക്കം കുഞ്ഞിൻ്റെ വായിൽ പോകുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും കുഞ്ഞിൻ്റെ മൂക്ക് ബ്രസ്റ്റിൽ പ്രസ് ആവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ചില സമയം നമ്മൾ അമ്മമാരൊക്കെ ഭയങ്കര ടയർഡായിരിക്കും, രാത്രിക്ക് ഉറക്കം ഉണർന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണം നമുക്ക് രാവിലെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങളുടെ മൂക്ക് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയി, നമ്മൾ അറിയാതെ കുഞ്ഞിൻ്റെ മൂക്ക് നമ്മുടെ ബ്രസ്റ്റിൽ പതിയാൻ ഇടവരരുത്. അവർക്ക് ശ്വാസം മുട്ടും, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അവരുടെ മൂക്ക് ചളങ്ങിപ്പോവും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഞാൻ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അങ്ങനെ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ മൂക്ക് ഇവിടെ ഇങ്ങനെ ചളങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ, അത് മൂക്ക് ബ്രസ്റ്റിൽ പ്രസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അവർക്ക് ശ്വാസം മുട്ടും. നമ്മുടെ ബ്രസ്റ്റിൽ കിടന്നാലേ, ഇതാണ് നമ്മൾ കിടന്നുകൊണ്ട് മക്കൾക്ക് പാല് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതാണ്. കാരണം നമ്മുടെ ബ്രസ്റ്റ് അറിയാണ്ട് ഇവരുടെ മൂക്കിൽ ഉറക്കത്തിനിടയ്ക്ക് പോകുമ്പോൾ മൂക്കിൽ പ്രസ്സായി പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടിപ്പോവും, നമ്മളത് അറിയില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ടും കിടന്നുകൊണ്ട് മക്കൾക്ക് പാല് കൊടുക്കരുത് എന്നൊക്കെ ആൾക്കാർ പറയാം. നമ്മൾ ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ മൂക്ക് ചളങ്ങാതിരിക്കാനും ശ്രമിക്കുക. അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞിൻ്റെ എന്താ പറയുക, കുഞ്ഞിനെ എപ്പോഴും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ അകത്തി പിടിക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ചാണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു ഒരു നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ കുഞ്ഞിനെ പിടിക്കാതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ബോഡിയുമായിട്ട് കുഞ്ഞ് ചേർന്നിരിക്കണം. നമ്മുടെ ബോഡിയിലെ ചൂട് കിട്ടിക്കൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അമ്മേൻ്റെ ചൂട് കിട്ടിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും കുഞ്ഞിന് പാല് കൊടുക്കുക. നമ്മുടെ ഇങ്ങനെ ചേർത്ത് തന്നെ പിടിച്ച് കുഞ്ഞിന് കൊടുക്കുക. അതിലൊരു സുഖമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മാറ്റം വരുത്തരുത്. കാരണം കുഞ്ഞിനെ ഒരിക്കലും അകത്തി പിടിക്കാനോ ശരിയല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനോ നിങ്ങൾ ശ്രമിക്കരുത്. കുഞ്ഞിനെ എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് തന്നെ പാല് കൊടുക്കുക. ഓക്കെ, അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാല് കൊടുക്കാൻ നേരത്ത് നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അമ്മമാരുടെയൊക്കെ ഒരു കുഴപ്പമാണത്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ പാല് കൊടുക്കാൻ നേരത്ത് കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, നമ്മൾ ആ സമയത്ത് ഈ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു സമയം, കാരണം കുഞ്ഞ് അത്രയും കുറച്ചധികം സമയം കുടിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ മൊബൈലും പിടിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഫേസ്ബുക്കിൽ കയറും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യരുത്. ചേച്ചി പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങളത് കേൾക്കണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു സമയത്ത് കുഞ്ഞുമായിട്ട് എപ്പോഴും ഒരു ഐ കോണ്ടാക്ട്, നമ്മുടെയും കുഞ്ഞിൻ്റെയും കണ്ണുകൾ തമ്മിൽ സംസാരിക്കും. അതായത് നമ്മൾ ഈ ഒരു സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ പാല് കൊടുത്തുകൊണ്ടിരിക്കാൻ നേരം നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ തലോടി കൊടുക്കുക. കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക, ഇവർ കുടിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും.
അപ്പോൾ നമ്മൾ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നില്ലുണ്ടോ, ഓട്ടക്കണ്ണെന്നല്ല, ഓട്ടക്കണ്ണിട്ട് നോക്കും, അല്ലാണ്ട് നോക്കും. അപ്പോൾ ഇവരിങ്ങനെ നമ്മളിങ്ങനെ നോക്കും, നമ്മുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ആസ്വദിക്കണം. ആ നമ്മളും കുഞ്ഞും തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്റ്റ് നമ്മൾ നിലനിർത്തുക, അവരോട് സംസാരിക്കുക, എന്നോട് ചെക്കടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുക, അവർക്ക് തലോടി കൊടുക്കുക, പറ്റുവാണെങ്കിൽ ഓരോ പാട്ടൊക്കെ പാടി കൊടുക്കുക. ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. കുഞ്ഞിനിങ്ങനെ അവനത് ഇഷ്ടമായിരുന്നു ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ഞാൻ ഇവൻ്റെ ഈ കവിളയിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം ഞാൻ തൊട്ട് നോക്കുന്നതെല്ലാം ഈ ഒരു കുടിക്കാൻ നേരത്ത് നമുക്ക് അത്രയും ഒരു സമയം കുഞ്ഞിനെ അത്രയും നമ്മുടെ നെഞ്ചോട് ചേർന്ന് കിട്ടുമ്പം നമ്മൾ കുഞ്ഞുമായിട്ട് അത്രയ്ക്ക് നമ്മൾ സംസാരിക്കണം. ആ ഒരു സമയം അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു വല്ലാത്തൊരു റിലേഷൻ, ഡീപ്പ് റിലേഷൻ ആ ഒരു സമയത്തുണ്ട്. അത് ബ്രസ്റ്റ് ഫീഡിൻ്റെ സമയത്ത്. ആ ഒരു സമയം നിങ്ങളത് നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കരുത്. കാരണം നഷ്ടപ്പെട്ട് ആ ഒരു അവസരം കൈവിട്ട് പോയാൽ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മളത് ആസ്വദിക്കുക നന്നായിട്ട്. ആ ഒരു സമയത്ത് അവരുടെ ഓരോ പ്രതികരണങ്ങൾ, അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കണ്ണിറുക്കുന്നത്, അവരെങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ നമ്മൾ അവരോട് നോക്കി വർത്തമാനം പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടി കൊടുക്കാമെങ്കിൽ കൊടുത്ത്, അങ്ങനെ അവർ തമ്മിലൊരു നമ്മളൊരു സംസാരം എപ്പോഴും ഒരു കോൺടാക്റ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുഞ്ഞുമായിട്ട് ആ ഒരു സമയത്ത് വെക്കുക. ആ ഒരു സമയത്ത് നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കാതെ വേറെ പരിപാടിയൊക്കെ ചെയ്യാതെ അതൊക്കെ മാറ്റി വെച്ചേക്കുക. അത് ചെയ്യുവേ വേണ്ട. പിന്നെ അതുമല്ല, നമ്മൾ കുഞ്ഞിന് ആ സമയത്ത് പാലും കൊടുത്തുകൊണ്ടിരിക്കുക മൊബൈൽ ഉപയോഗിക്കുന്നത് റേഡിയേഷനും കൂടിയാണ്, അത് നിങ്ങൾ ഓർക്കണം. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് കുഞ്ഞുമായിട്ട് ഒരു സംസാരം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാല് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഉണ്ടാവണം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ബർപ്പ് ചെയ്യുക. ബർപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ കാർട്ടിലിടാം, നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ടോ. ഈ പാലെല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിന് ബർപ്പ് ചെയ്യണം. കമ്പൽസറി ആയിട്ട് നമ്മൾ ബർപ്പ് ചെയ്യണം. ബർപ്പ് ചെയ്തിട്ട് ബർപ്പ് എന്താണെന്ന് അറിയാലോ, ഗ്യാസ് കെട്ടിക്കളയുക. അത് ആ ഒരു ശരിയായ മെത്തേഡിൽ ബാക്കിലോട്ടും കുഞ്ഞിനെ ഇട്ടിട്ട് 2 കൈയും പുറത്തോട്ട് പോകാൻ പാകത്തിന് ഇട്ടിട്ട് കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ഷോൾഡറെ പ്രസ് ചെയ്യാൻ പാകത്തിനായി കിടത്തി നമ്മളിങ്ങനെ നന്നായി ബർപ്പ് ചെയ്ത് കൊടുക്കുക. കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടോ. കൈ അങ്ങനെ പിടിച്ച് ബർപ്പ് ചെയ്ത് കൊടുക്കുക. അവരുടെ ഏമ്പക്കം പോയി എന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബർപ്പിങ് നിർത്തുക. ഒരു 5 മിനിറ്റോളം നമ്മൾ ബർപ്പൊക്കെ ചെയ്യണം. ചിലർക്ക് കുറച്ച് താമസം എടുത്തിട്ടേ പോകുള്ളൂ, പെട്ടെന്ന് നിർത്തി കളഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് കുഞ്ഞുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ മൊബൈലൊക്കെ ആ സമയത്ത് മാറ്റി വെച്ച് കുഞ്ഞുമായിട്ടുള്ളൊരു സ്നേഹബന്ധം ആ ഒരു സമയത്ത് നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.